റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്ന് ഹൈക്കോടതി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റെയിൽവേ പദ്ധതി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആമയിഴഞ്ചാൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതിയുടെ നിർദ്ദേശം. സാലിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സാലി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആമയിഴഞ്ചാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക സിറ്റിംഗ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് പി ഗോവിന്ദനാഥൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇന്ന് വൈകിട്ട് നടത്തിയത്. ആ ഹർജി പരിഗണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ റെയിൽവേയുടെ അഭിഭാഷകൻ ഒരു പ്രത്യേക വാദവുമായി എഴുന്നേറ്റു. അതായത് മാലിന്യ നീക്കം കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതായിരുന്നു റെയിൽവേയുടെ വാദം. അതിനെ തുടർന്നാണ് കോടതി ചില വിമർശനങ്ങളിലേക്ക് കടന്നത്. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല, പഴിചാരൽ കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് എന്നും കോടതി ഓർമ്മിപ്പിച്ചു. തുടർന്നാണ് നിർണായകമായ ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് റെയിൽവേ ഭൂമിയിലെ മാലിന്യ നീക്കത്തിൻ്റെ ഉത്തരവാദിത്വം അത് റെയിൽവേക്ക് തന്നെയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, റെയിൽവേയുടെ ഭൂമിയിലെ മാലിന്യത്തിൽ എന്ത് ചെയ്യാനാണ് കോർപ്പറേഷന് കഴിയുക എന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് കോടതി ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്, ഈ വിഷയത്തിൽ റെയിൽവേക്കുള്ള ഉത്തരവാദിത്വം അടിവരയിട്ട് പറയുകയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ചെയ്തത് എന്ന് വ്യക്തമാകുക. ഏതായാലും ഈ ഹർജിയിൽ കോടതി 3 കക്ഷികൾ, റെയിൽവേ, തിരുവനന്തപുരം കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാർ 3 കൂട്ടരെയും കക്ഷി ചേർത്തു. അതിനുശേഷം 3 കൂട്ടരോടും 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞു. ഒപ്പം ഒരു അമിക്കസ് ക്യൂറിയോട് ഈ ആമയിഴഞ്ചാനത്തോട് സന്ദർശിച്ച് അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ, അവിടുത്തെ സാഹചര്യം, അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ കോടതിയെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും റെയിൽവേ കാണിച്ച ഉദാസീനതയെ കോടതി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടെ കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും സർക്കാരും എടുത്ത നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്ന് ഹൈക്കോടതി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റെയിൽവേ പദ്ധതി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആമയിഴഞ്ചാൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതിയുടെ നിർദ്ദേശം. സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.